അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട പൂമ്പാറ്റകളെ, നാളെ ശനിയും ഞായറാഴ്ചയും നിങ്ങൾക്ക് മദ്രസയിലെ പാദവാർഷിക പരീക്ഷയാണല്ലേ. പാദവാർഷിക പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല വിജയം കിട്ടാനും 50-50 മാർക്ക് കിട്ടാനുള്ള ട്രിക്കുമായിട്ടാണ് ഉസ്താദ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഉസ്താദ് പറയും പോലെ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളൊക്കെ 50-50 നേടിയിരിക്കും. വളരെ സിമ്പിളാണ് കേട്ടോ പരിപാടി. നിങ്ങൾക്കിത് ആദ്യമായിട്ടല്ലേ പരീക്ഷ. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് 50-50 നേടുന്ന ഒരു സംഗതിയുമായിട്ടാണ് ഉസ്താദ് വന്നിരിക്കുന്നത്. ഉസ്താദ് പറയും പോലെ നിങ്ങൾ ചെയ്തണം കേട്ടോ. ശനിയാഴ്ചത്തെ പരീക്ഷക്കും ഞായറാഴ്ച പരീക്ഷക്കും വ്യത്യാസമുണ്ട്. ശനിയാഴ്ച പരീക്ഷ വായനയാണ്. നിങ്ങൾ നേരെ രാവിലെ തന്നെ കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഒരു 6:30 ആകുമ്പോഴേക്ക് നിങ്ങൾ മദ്രസയിൽ 6:30 ആയിരിക്കുമെന്ന് ഉസ്താദ് വിചാരിക്കുന്നു. ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ നേരെ കയ്യും വീശി ഒന്നും എടുക്കാതെ പോകാം. നിങ്ങൾക്ക് ശനിയാഴ്ച എഴുതാനും നോട്ട് ബുക്ക് വേണ്ട, പെൻസില് വേണ്ട, കളറൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ കയ്യും വീശി ആളെ മദ്രസയിൽ എത്തിയാൽ മതി ശനിയാഴ്ച. എന്നാലോ ഞായറാഴ്ച നിങ്ങൾ കളർ പെൻസിൽ കൊണ്ടുപോകണം, പിന്നെ പെൻസിൽ വേണം, കളർ പെൻസിൽ വേണം, പിന്നെ ക്രയോൺസ് കൊണ്ടുപോകണം, നിങ്ങൾക്ക് പെൻസിൽ കൂർപ്പിക്കാനുള്ളത് വേണം അല്ലേ. ഇതൊക്കെ ആയിട്ടാണ് നിങ്ങൾ പോകേണ്ടത് കേട്ടോ ഞായറാഴ്ച. എന്നാൽ ശനിയാഴ്ച കയ്യും വീശി പോയാൽ മതി. കാരണം നിങ്ങളോട് ഉസ്താദ് വായിപ്പിക്കേ ഉള്ളൂ. വായിപ്പിക്കുന്നത് ഏതൊക്കെ കോലത്തിലാണ്, എങ്ങനെയാണ് ആ വായിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് വരിക, എന്തൊക്കെ സാധ്യതയുള്ളത് എന്നുള്ളതാണ് ഉസ്താദ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. എല്ലാവരും വളരെയധികം ഉഷാറായി ശ്രദ്ധിച്ച് കേട്ടോളൂ. വളരെ എളുപ്പമായിരിക്കും ശനിയാഴ്ചത്തെ നിങ്ങളെ പരീക്ഷ. ഞായറാഴ്ചത്തെ പരീക്ഷ എഴുത്താണ്. അതിനെക്കുറിച്ച് ഉസ്താദ് വേറൊരു വീഡിയോ വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കിട്ടാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അടിച്ച് റെഡിയായി ഒരുങ്ങി കാത്ത് നിന്നോളി. ഇൻഷാ അല്ലാഹ് 50-50 മാർക്ക് നിങ്ങളൊക്കെ നേടും. വെള്ളിയാഴ്ച നിങ്ങൾ നേരത്തെ ഉറങ്ങണം കേട്ടോ. ഉറക്കൊന്നും ഒഴിവാക്കി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ശനിയാഴ്ച നിങ്ങൾ മദ്രസയിൽ എത്തിയാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഉസ്താദ് നല്ലൊരു പേപ്പർ തരും. വെള്ള ഷീറ്റ് പേപ്പർ, അല്ലെങ്കിൽ നല്ല കളറുള്ള പേപ്പറായിരിക്കും. ചിത്രങ്ങളും എഴുത്തുകളൊക്കെ ഉള്ള നല്ല 1-ാം ക്ലാസ്സിലെ പരീക്ഷ വളരെ സിമ്പിളാട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങേണ്ടത്? വളരെ എളുപ്പമുള്ള പരീക്ഷയായിരിക്കും 1-ാം ക്ലാസ്സിൽ. അപ്പം നിങ്ങൾ ഇതുവരെ പഠിച്ച ഭാഗം മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ. അക്ഷരങ്ങളൊക്കെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ കൂട്ടി വായിക്കുന്ന അക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ? കൂട്ടാതെ വായിക്കുന്നതും കൂട്ടി വായിക്കുന്നതൊക്കെ. ഈ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ ഉസ്താദ് നമ്മളോട് വായിപ്പിക്കും. ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. ഇത് കണ്ടില്ലേ, റമദുൻ. ഈ റമദുൻ എന്നത് ഓരോന്ന് നിങ്ങൾ എങ്ങനെ വായിക്കണം? ഓരോ അക്ഷരം കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ നോക്കിയിട്ടോ റമദുൻ അങ്ങനെ വായിക്കാം. പെട്ടെന്ന് കിട്ടുന്ന കുട്ടികളാണെങ്കിൽ റമദുൻ എന്ന് വായിച്ചാൽ മതി. ഇല്ല നിങ്ങൾക്ക് കുറച്ച് പ്രയാസം തോന്നുകയാണെങ്കിലോ വായിക്കാതിരിക്കരുത് കേട്ടോ. റമദുൻ ഇങ്ങനെ ഓരോ അക്ഷരങ്ങളും നിങ്ങൾ വായിക്കണം. വായിക്കാതെ ഒന്നും വിട്ടുപോകരുത്. വായിക്കുമ്പോഴോ നിങ്ങൾ വളരെ പതുക്കെ വായിക്കരുതേ. ഉസ്താദിന് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ മാർക്ക് പോകും. അതേ പ്രകാരം തന്നെ നമുക്ക് വർദ്ധൻ, നമ്മൾ പഠിച്ചതാണ് വർദ്ധൻ, വറുദുൻ ഇത് വായിക്കണം. അതേ പ്രകാരം നബത്തുൻ, നബത്ത്. ഇതുപോലെ വായനകൾ ഉണ്ടാവും കേട്ടോ. അത് വായന പരീക്ഷയാണ് നിങ്ങൾക്ക് ശനിയാഴ്ച ഉള്ളത്. അതേ പ്രകാരം തന്നെ നമ്മൾ ഓരോ പാഠത്തിൻ്റെ ചിത്രങ്ങളും പഠിച്ചിട്ടുണ്ടല്ലോ. വീട്, അതേ പ്രകാരം തന്നെ ഗേറ്റ്, റോസാപ്പൂവ്. ഈ ഫോട്ടോകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അറബിയിലെ പേരുകൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ. അത് നല്ലോണം ഓർമ്മ വേണേ. ഒരുപക്ഷെ എല്ലാ ഫോട്ടോകളും നമ്മൾ ഓരോ പാഠത്തിൻ്റെയും പാഠഭാഗത്തിലെ ഓരോന്നിൻ്റെ ഫോട്ടോകൾ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വേണമല്ലോ ഇത് ഇന്നതാണ് എന്നുള്ളത്. അത് വളരെയധികം ശ്രദ്ധിക്കണം. ഉദാഹരണമായിട്ട് പൂവിൻ്റെ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ വർദ്ധൻ എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. വീട് കാണുമ്പോൾ ബൈത്തുൻ. അങ്ങനെ ഓരോന്നിൻ്റെയും പേരുകൾ നമ്മൾ പഠിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ പഠിച്ച എല്ലാ അക്ഷരങ്ങളും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. പഠിച്ച അക്ഷരങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. അലിഫ്, ബാ, താ, ദാല്, നൂന്, റാ,
അങ്ങനെ തുടങ്ങി കാഫ്, വാവ്. അങ്ങനെ ഒരു പക്ഷേ ഉസ്താദ് ചോദിച്ചാലോ, കാഫിന്റെ മുകളിൽ ഫത്ഹ ഇട്ടാൽ എന്ത് വായിക്കും? അപ്പൊ ക എന്ന് വായിക്കണം. കിസ്റിട്ടാലോ, കിസ്റിട്ടാൽ കി എന്ന് വായിക്കണം. ലൊമ്മ്, കു, ഇത് നമ്മൾ പഠിച്ചതാണല്ലോ. അങ്ങനെ ഓരോ അക്ഷരങ്ങളും അതിൽ ഇട്ടുകൊണ്ട്, ഓരോ അക്ഷരങ്ങൾക്കും ഹർക്കത്ത് ഇട്ടുകൊണ്ട് വായിക്കാനും നമ്മൾ പഠിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ വായിപ്പിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ വായന എന്ന് പറയുമ്പോൾ, വായന ആകുമ്പോൾ പാഠഭാഗത്തുനിന്ന് ഏത് ഭാഗത്തുനിന്നും വരാൻ സാധ്യത ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം ഉസ്താദ് പറഞ്ഞുതരാം. നിങ്ങൾ ബുക്കിലുള്ള ഇതുവരെ എടുത്ത പാഠഭാഗം ഒരാവർത്തി എല്ലാവരും വായിക്കണം. എല്ലാ അക്ഷരങ്ങളും ഒരാവർത്തി വായിച്ചിരിക്കണം. പരീക്ഷയുടെ തലേ ദിവസം തൊട്ട് തന്നെ ഇതിന് റെഡിയാകുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉസ്താദ് ചോദിക്കുമ്പോൾ ആ ഭാഗങ്ങൾ ഓർമ്മ വരും. കൂട്ടി വായിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ശനിയാഴ്ചത്തെ പരീക്ഷയ്ക്ക് ഒന്നും കൊണ്ടുപോകണ്ട. നല്ല തൊപ്പിയൊക്കെ ധരിച്ച് പെൺകുട്ടികളുടെ മഫ്തയൊക്കെ ഇട്ട് ഉഷാറായി നല്ല പൂമ്പാറ്റകളായി നടന്ന് ഉഷാറായിട്ട് പോകട്ടോ. കയ്യും വീശി പോവുക. നിങ്ങൾക്ക് വായന മാത്രമേ ഉള്ളൂ. ആ വായന ഒന്നും വലിയ ടഫുള്ളൊന്നും വരൂല കേട്ടോ. വളരെ എളുപ്പമായിരിക്കും. നിങ്ങളൊക്കെ വിജയിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ ഉഷാറായി വിജയിക്കാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യട്ടെ. എല്ലാവർക്കും അള്ളാഹു നല്ല വിജയം നൽകട്ടെ. അതേ പ്രകാരം തന്നെ നിങ്ങൾക്ക് ഞായറാഴ്ചത്തെ പരീക്ഷ എഴുത്താണ് കേട്ടോ. അന്ന് നിങ്ങൾ കയ്യും വീശി പോയിട്ട് കാര്യമില്ല. എഴുത്തിന് എങ്ങനെയാണ് നിങ്ങൾ റെഡിയാവേണ്ടത് എന്നും അതിൽ നിങ്ങൾക്കൊക്കെ 50 മാർക്ക് നേടുന്ന വിധത്തിൽ നല്ല ഒരു ക്ലാസ് ആയിട്ട് നാളെ ഞാൻ വരുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെൽ ബട്ടൺ അടിച്ചു വെക്കുക. നാളെ എല്ലാവരും അത് കാണണേ. എല്ലാവരും വിജയിച്ച് ഉഷാറായി നല്ല മാർക്ക് നേടുന്ന കുട്ടികളായിട്ട് ഉസ്താദിന് കാണണം. അല്ലാഹു തആല എല്ലാ മക്കൾക്കും രോഗങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യത്തോടെ നല്ല ദീർഘായുസ്സൊക്കെ നൽകി പഠന വിഷയത്തിലൊക്കെ നല്ല ഉന്മേഷവും നല്ല ഉന്നതമായ വിജയവും നല്ല ഓർമ്മശക്തിയും നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇനി രക്ഷിതാക്കളോടാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ മക്കൾക്ക് 2025 പാദവാർഷിക പരീക്ഷ ഈ വർഷം കഴിഞ്ഞ വർഷം പോലെയല്ല. ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കൊക്കെ നല്ല ഓഫ്ലൈനും ഓൺലൈനും വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ്. ഡിജിറ്റൽ ക്ലാസ്സുകളാണ് ഇപ്പോൾ. കുട്ടികൾക്ക് വളരെ ആവേശത്തോടെ ഉന്മേഷത്തോടെ കാലത്തിനനുസരിച്ച് വളർന്ന് പഠിച്ച് ഉഷാറാകാൻ പറ്റിയ കോലത്തിലാണ് സമസ്തയുടെ ബുക്കുകളൊക്കെ പാഠബുക്കുകളൊക്കെ ഉള്ളത്. അപ്പോൾ 24, 26, 27 ഈ ശനി ഞായറാണ് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷയുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇത് ഒരു പുതുമയായിരിക്കും. ആദ്യത്തെ പരീക്ഷ അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് എല്ലാ തയ്യാറെടുപ്പും തലേന്ന് തന്നെ എടുക്കണം. പിറ്റേന്ന് പോകാൻ നേരത്ത് പേന എവിടെ, പെൻസിൽ എവിടെ എന്നും തിരഞ്ഞ് അതിന് നേരം കളയാനോ ബുദ്ധിമുട്ടാകാനോ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് നല്ല ഉറക്കമൊക്കെ കൊടുക്കണം കേട്ടോ. ഉറക്കം ഒഴിവാക്കി പഠിക്കേണ്ട ആവശ്യമില്ല. 1ാം ക്ലാസ്സിലെ മക്കളല്ലേ, അവർക്ക് വളരെ സിമ്പിളായിരിക്കും പരീക്ഷകളൊക്കെ. അതുകൊണ്ട് തന്നെ അവർക്ക് ശനിയാഴ്ചത്തെ പരീക്ഷയ്ക്ക് ഒന്നും കൊണ്ടുപോകണ്ട കേട്ടോ. വായനയാണുള്ളത്. അതേ പ്രകാരം എന്നാൽ ഞായറാഴ്ചത്തെ പരീക്ഷയ്ക്ക് അവർക്ക് പേന, പെൻസില്, അതേ പ്രകാരമുള്ള ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ വേണം. മൈക്ക റബ്ബർ, കളർ കൊടുക്കാനുള്ള പെൻസില്, അതേ പ്രകാരം കട്ടർ, അതായത് കൂർപ്പിക്കാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാക്കി കൊടുക്കണം മക്കൾക്ക് കേട്ടോ. പിന്നെ കടലാസൊന്നും ആവശ്യമില്ല. അവർക്ക് വെച്ചെഴുതണമെങ്കിൽ എന്തെങ്കിലും ബോർഡുകൾ അങ്ങനത്തെ എന്തെങ്കിലും മതി. അല്ലാതെ ബുക്ക് പിന്നെ ചോദ്യ പേപ്പറുകളൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടും. അതിൽ നിന്ന് പൂരിപ്പിക്കാനാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ഇക്കൊല്ലവും അങ്ങനെയായിരിക്കും. ഏതായാലും നമ്മുടെ മക്കൾക്കൊക്കെ ഉന്നതമായ വിജയം കിട്ടട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ വരുന്നുണ്ട്. അഥവാ ഈ പാദവാർഷിക പരീക്ഷയ്ക്ക് എഴുത്തെങ്ങനെയാണ്. കുട്ടികൾ പുതിയതായിട്ടല്ലേ, അവർ ആദ്യമായി രംഗത്ത് ഇറങ്ങാണല്ലോ. 1ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പോൾ എങ്ങനെ എഴുതണം, അതിൻ്റെ ട്രിക്കുകൾ എങ്ങനെ, 1ാം ക്ലാസ്സിലെ പരീക്ഷകൾ എങ്ങനെയായിരിക്കും എന്ന് ഇതുവരെയുള്ള പരീക്ഷകളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടുതൽ മാർക്ക് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന കോലത്തിൽ അവർക്ക് പരീക്ഷ പ്രയാസകരമല്ലാത്ത വിധത്തിൽ നാളെ അത് വിശദീകരിക്കും. ആ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ ഇൻഷാ അല്ലാഹ്.
നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇറങ്ങും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെൽ ബട്ടൺ അടിച്ചു വെക്കുക. ഉഷാറാകും എല്ലാ കുട്ടികളും കേട്ടോ.